ഒരു ജനകീയ പ്രശ്നവും ഉയർത്താൻ അവർക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലായി ഇതുപോലൊരു ബാനറുമായി നടുത്തളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഈ പ്രതിപക്ഷം. ഈ പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം സീറ്റിലിരിക്കാൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ പോലും കഴിയാതെ രാവിലെ 9 മണിക്ക് തന്നെ നേരെ ഇറങ്ങിയാണ്. ചട്ടം 50 പ്രകാരമുള്ളൊരു നോട്ടീസ് ഇവർ തന്നിട്ട് കാലം എത്രയായി സർ? എത്ര കാലമായി? നേരെ വെല്ലിലിറങ്ങുകയാണ് സർ. നിയമസഭയിൽ വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ആഴക്കിണറ്റിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ഇവിടെ ബഹുമാന്യനായ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞത്. സർ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു അവിശ്വാസ പ്രമേയം ഗവൺമെന്റിനെതിരെ കൊണ്ടുവരാത്തത്? അവിശ്വാസ പ്രമേയം കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താണ്? ഈ സർക്കാരിനെ അവിശ്വസിക്കാൻ ഒരു കാരണവുമില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ ഈ സർക്കാരിനെ അവിശ്വസിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഒരു അവിശ്വാസ പ്രമേയം പോലും നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെന്റിനെതിരെ കൊണ്ടുവരാൻ കഴിയാത്ത നിലയിൽ പ്രതിരോധത്തിലായ നിരായുധരായ പ്രതിപക്ഷമായിട്ടാണ് നിങ്ങൾ ഈ സഭ പിരിയുമ്പോൾ തലകുനിച്ചിറങ്ങി പോകേണ്ടി വരിക ഇവിടെ നിന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്നാണ് 5,364,000 വീടുകൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രി അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. സർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏത് കാലത്തുണ്ടായിട്ടുണ്ട്? സർ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്? 20,000 കോടി രൂപയാണ് 5 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ടവർക്ക്, തലയ്ക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി കഴിഞ്ഞിരുന്ന ആളുകൾക്ക് സുരക്ഷിതമായ വീടൊരുക്കാൻ ഈ സർക്കാർ ചെലവഴിച്ചത്. അതാണ് സർ ഇടതുപക്ഷത്തിന്റെ ബദൽ മാതൃക എന്ന് പറയുന്നത്. സർ, ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയൊരു സർക്കാരാണിത്. ആ സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ അവർക്ക് മുട്ടുവിറയ്ക്കും സർ, അവർക്ക് മുട്ടുവിറയ്ക്കും. ഇപ്പോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെതിരെ ഇവരെല്ലാം കൂട്ടത്തോടെ രംഗത്ത് വന്നവരല്ലേ? BJPയുടെ പ്രസിഡന്റ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് എല്ലാം. അവസാനം കേന്ദ്ര ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ പറഞ്ഞു കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒരു ദേശീയ മാതൃകയാണ് എന്ന്. നാവിറങ്ങിപ്പോയോ നിങ്ങളുടെയൊക്കെ? നാവിറങ്ങിപ്പോയോ സാർ? ഇവരിപ്പോ ഒരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ്. BJPയുമായി ചേർന്നുള്ള തന്ത്രമാണ്. അമിത്ഷായാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തുടച്ചു നീക്കും. ആരാണ് പ്രഖ്യാപിക്കുന്നത്? അമിത്ഷായാണ് പ്രഖ്യാപിക്കുന്നത്. അമിത്ഷാ പ്രഖ്യാപിക്കുന്നു തുടച്ചു നീക്കും ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ ഏക ഗവൺമെന്റിനെ. അമിത്ഷായ്ക്ക് അത് പ്രഖ്യാപിക്കാനുള്ള പ്രതീക്ഷ എന്താണ്? അത് അവർക്ക് BJPക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയിലാണോ? അല്ല. BJP എന്താണ് അവർ കണക്കാക്കിയിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിനെ ജയിപ്പിച്ച് പിന്നെ വിലക്ക് വാങ്ങാം എന്നാണ് അമിത്ഷാ കണക്കാക്കിയിരിക്കുന്നത്. സാർ, കർണാടകയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. ഗോവയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. അരുണാചൽ പ്രദേശിൽ വിജയിച്ചവരെയാണ് മൊത്തത്തിൽ വിലക്കെടുത്തത് BJP. മഹാരാഷ്ട്രയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. മണിപ്പൂരിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. ഇപ്പോഴിതാ ബീഹാറിൽ ആകെ ജയിച്ചത് 6 MLA-മാർ, 6 പേരും ജയിച്ചവർ BJPയിലേക്ക് പോവുകയാണ്. കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വോട്ട് കൊടുത്താൽ അത് BJPക്കുള്ള നിക്ഷേപമാണ് എന്ന് അമിത്ഷായ്ക്ക് അറിയാം. ഒറ്റയ്ക്ക് BJPക്ക് വോട്ട് നേടി ഇവിടെ ജയിച്ച് അധികാരത്തിൽ വരാനാവില്ല. അപ്പൊ കോൺഗ്രസിനെ ജയിപ്പിച്ച് ആ കോൺഗ്രസിനെ പിന്നെ BJP ആക്കി മാറ്റാനാവുമോ എന്ന ഗൂഢതന്ത്രമാണ് അമിത്ഷാ പയറ്റുന്നത്. അതിന് പലരുമായും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പുറത്തിരിക്കുന്ന പലരും ഈ ധാരണയിൽ പങ്കാളികളാണ്. അവരെല്ലാം ഊഴം കാത്തു നിൽക്കുന്നവരാണ് സാർ. ഒന്ന് വിജയിച്ച് കിട്ടിയാൽ നാളെ BJPയുടെ വള്ളത്തിലേക്ക് പോകാൻ ഊഴം കാത്തു നിൽക്കുന്നവരാണ്. അതാണ് ഈ നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്ത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാർ, ഈ സർക്കാരിനെതിരെ നേരത്തെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ 21 മന്ത്രിമാരുണ്ടല്ലോ. ഈ 21 മന്ത്രിമാർക്കെതിരായും ഒരാരോപണം പോലും ഈ കഴിഞ്ഞ 5 വർഷം ഉന്നയിക്കാൻ കഴിയാത്ത പ്രതിപക്ഷം എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് ഈ പ്രതിപക്ഷത്തെ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊരു പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം കുറെ സമയം പറയുന്നത് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞു സാർ. ഞാൻ കഴിഞ്ഞ സഭയില് ശബരിമല സ്വർണ്ണ കേസിൽ
സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കേസിൽ പ്രതിയായ ആൾക്കാർ പോയതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും കോൺഗ്രസിന്റെ നേതാവോ പ്രതിപക്ഷ നേതാവോ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. സർ, കെ ബാബു ആ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ പോയി പറയാം.